തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായി തെളിവെടുപ്പ്. ചുറ്റിക വാങ്ങിയ ഹാർഡ്വെയർ കടയിലും പണമിടപാട് സ്ഥാപനത്തിലുമാണ് തെളിവെടുപ്പ് നടന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷഫീദ്, തെളിവെടുപ്പ് ഏതുവരെയായി? ഇത് രണ്ടാം ദിവസമാണ് ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട അഫാനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട പേരുമലയിലെ അഫാന്റെ വീട്ടിലും അതേപോലെ തന്നെ പാങ്ങോട് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്ന കേസായ സൽമാ ബീവി കൊലപാതക കേസിൽ ഈ കൊലപാതകം നടന്നിട്ടുള്ള താഴെ പാങ്ങോട്ടെ വീട്ടിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് പാങ്ങോട് പോലീസ് വീണ്ടും തെളിവെടുപ്പ് ആരംഭിച്ചത്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ ചുറ്റിക വാങ്ങിയ ആണ്ടവർ എന്ന് പറയപ്പെടുന്ന വെഞ്ഞാറമൂട് ടൗണിലുള്ള ഹാർഡ്വെയർ സ്റ്റോറിലും അതേപോലെ തന്നെ മണിമുത്തൂറ്റ് എന്ന് പറയപ്പെടുന്ന ഈ പണമിടപാട് നടത്തിയ സ്ഥാപനത്തിലും തെളിവെടുപ്പ് നടത്തി. നിലവിൽ ഇപ്പോൾ അഫാനുമായി പോലീസ് സംഘം പാങ്ങോട് സ്റ്റേഷനിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം റൂറൽ എസ് പി KS സുദർശൻ പാങ്ങോട് സ്റ്റേഷനിലേക്ക് എത്തിയ അഫാനെ ചോദ്യം ചെയ്തു വരികയാണ്. അല്പസമയത്തുള്ളിൽ നെടുമങ്ങാട് ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം അഫാനെ കോടതിക്ക് മടക്കി നൽകും. ഇനി പ്രധാനപ്പെട്ട തെളിവെടുപ്പാണ് ഈ കൂട്ടക്കൊലപാതക കേസിൽ നടക്കാനുള്ളത്. നിലവിൽ ഇപ്പോൾ സൽമാ ബീവി കൊലപാതക കേസിലെ നടപടികൾ നടത്തുമ്പോൾ 4 കൊലപാതക കേസിലും ഒരു കൊലപാതക ശ്രമക്കേസിലുമുള്ള തെളിവെടുപ്പടക്കമുള്ള നടപടികൾക്കായി വെഞ്ഞാറമൂട് പോലീസ് നാളെ തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കോടതി അതിനുവേണ്ടി സമീപിക്കുകയും ചെയ്യും. ഈ ചോദ്യം ചെയ്യൽ വേളയിലൊക്കെ പണത്തിന് വേണ്ടിയിട്ടാണ് താൻ ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തത് എന്നുള്ള കാര്യം അഫാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയത് മാല നൽകാത്തതിലുള്ള വൈരാഗ്യം മൂലമാണ് എന്നുള്ള കാര്യം കൂടി അഫാൻ പറഞ്ഞിട്ടുണ്ട്. GK. ഷഫീദ് റാവുത്തർ ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.